നമസ്കാരം. കേരള ഹൈക്കോർട്ട് ശബരിമലയുടെ കേസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ലാർജർ കോൺസ്പിറസിനെ കുറിച്ച് ഹൈക്കോർട്ട് പറഞ്ഞു SITക്ക് ഒരു നിർദ്ദേശം കൊടുത്തു. ഇത് ആദ്യം മുതൽ BJP പറഞ്ഞ കാര്യമാണ്. 4.5 കിലോ സ്വർണം കൊള്ള ചെയ്ത് ദേവസ്വം ബോർഡ് ഇതിനെക്കുറിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു ഇതൊരു വീഴ്ചയാണ്. അതൊരു വീഴ്ചയല്ല, അതൊരു കൊള്ളയാണ്, ഒരു ക്രൈമാണെന്ന് ഞങ്ങൾ ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യമാണ്. ഇന്നലെ ഹൈക്കോർട്ട് ഇത് പറഞ്ഞപ്പോൾ നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചാടി ഇറങ്ങി ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ RSSും BJPയും ശബരിമലയും വാവരെ കുറിച്ചും വളരെ വലിയൊരു സ്റ്റേറ്റ്മെന്റാണ്. ശ്രദ്ധ തിരിക്കാനാണ്. ഇതുവരെ മുഖ്യമന്ത്രി ശബരിമലയിൽ നടന്ന കൊള്ള, അതിനെക്കുറിച്ച് ജനങ്ങൾ ആഗ്രഹിക്കുന്ന വാസവൻ മിനിസ്റ്ററിന്റെ രാജി, ദേവസ്വം ബോർഡിന്റെ ഡിസൊല്യൂഷൻ, ഇതിനെക്കുറിച്ച് ഒന്നും പറയാൻ മുഖ്യമന്ത്രിക്ക് സമയമില്ല. പക്ഷെ ആ ഒരു പഴയ രീതി ജനങ്ങളെ വിഭജിച്ച് നുണയും പറഞ്ഞ് ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു. 10 കൊല്ലം ഭരിച്ചൊരു മുഖ്യമന്ത്രിയാണ്. ജനങ്ങളുടെ വോട്ട് എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് നേടിയ ഒരു മുഖ്യമന്ത്രിയാണ്. ജനങ്ങളുടെ വിശ്വാസം എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് നേടിയ ഒരു മുഖ്യമന്ത്രിയാണ്. 10 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് എന്താണ്? നാട്ടിൽ അനാസ്ഥ, അഴിമതി, ആരെയും വിടുന്നില്ല. അമ്പലത്തിന് വിടുന്നില്ല, ക്രിസ്ത്യൻ സ്കൂളിന് വിടുന്നില്ല. എന്നിട്ട് മുഖ്യമന്ത്രിക്ക് പറയാൻ 10 കൊല്ലം എന്ത് ചെയ്തു, വിദ്യാഭ്യാസത്തിൽ എന്ത് ചെയ്തു, ആരോഗ്യ മേഖലയിൽ എന്ത് ചെയ്തു, ഇക്കോണമിയിൽ എന്ത് ചെയ്തു, വിലക്കയറ്റത്തിനെ കുറിച്ച് എന്ത് ചെയ്തു, തൊഴിലിനെ കുറിച്ച് എന്ത് ചെയ്തു, ഇതിനെ കുറിച്ച് ഒന്നും പറയാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല. CPMന്റെ രാഷ്ട്രീയം തുടങ്ങിയത് വർഗ സംഘർഷം, ക്ലാസ് വാറിന്റെ പേരിലായിരുന്നു CPM. ഇനിയിപ്പോ മുഖ്യമന്ത്രി അതെല്ലാം വിട്ട് വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ ആണ് ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ മുഖ്യമന്ത്രിയോട് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് ഈ ജനങ്ങളെ വിഡ്ഢിയാക്കാനും ഈ നുണ പറഞ്ഞ് പ്രചരണം ചെയ്ത് ജനങ്ങളെ വിഭജിക്കാവുന്ന രാഷ്ട്രീയത്തിന് കാലം കഴിഞ്ഞു. 10 കൊല്ലം ഭരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇലക്ഷന് മുമ്പ് മുഖ്യമന്ത്രി ചെയ്യേണ്ടത് എന്താണ്? ഞാൻ ജനങ്ങൾക്ക് വേണ്ടി വാഗ്ദാനം കൊടുത്തത് ഇതായിരുന്നു, എല്ലാം ശരിയാവും, എന്നിട്ട് ഞാൻ ഇത് 1, 2, 3, 4, 5 കാര്യങ്ങൾ ചെയ്തു. ഇതൊന്നും പറയുന്നില്ല. അപ്പൊ BJP ഇത് ഈ ശ്രദ്ധ തിരിക്കാനും ഈ നുണയുടെ രാഷ്ട്രീയം സൃഷ്ടിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ശബരിമലയിൽ കൊള്ള നടന്നിട്ടുണ്ട്. അതിന്റെ ഉത്തരവാദിത്വം 2016 നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് പറഞ്ഞ കാര്യം ഞാൻ ഇന്ന് റിപ്പീറ്റ് ചെയ്യുന്നു. ശകലം ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം, വാസവൻ മന്ത്രി രാജിവെക്കണം. വെച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇന്നലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഇന്നലെ ഒരു നിവേദനം അയച്ചിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് ഏജൻസീസ് ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ റെസ്പോൺസിബിലിറ്റി എടുത്ത് ഇതിന്റെ കോൺസ്പിറസി എക്സ്പോസ് ചെയ്യണം. ഇത് ശബരിമലയിൽ മാത്രമല്ല, ഇന്നത്തെ റിപ്പോർട്ടിൽ ഞാൻ കാണുന്നു ഗുരുവായൂർ ദേവസ്വം 25 കോടി മിസ്സിംഗ് ആണ്. അപ്പോ ഇത് ഒരു ഗൂഢാലോചന, ഒരു കോൺസ്പിറസി ആണെന്ന് എല്ലാവർക്കും കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അപ്പോ ഈ ഒരു വർഗീയ രാഷ്ട്രീയം കളിക്കാൻ ഇറങ്ങിയ മുഖ്യമന്ത്രിയോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അത് ഇനി നടക്കില്ല.
ഞങ്ങൾ സമ്മതിക്കില്ല. വാസവൻ രാജിവെക്കണം. ഇവിടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ 30 കൊല്ലം ദേവസ്വം ബോർഡ് എന്ത് തെറ്റ് ചെയ്തു ചെയ്തില്ല അതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കണം. ഇത് നടന്നേ പറ്റൂ. ഇത് ഞങ്ങളല്ല പറയുന്നത്, ജനങ്ങൾ, സാധാരണ ജനങ്ങൾ. ഞാൻ എവിടെ പോകുമ്പോൾ എന്നെ കൈ പിടിച്ചിട്ട് എന്നോട് പറയുന്നത്, നിങ്ങൾ ഇത് വിടാൻ പാടില്ല, BJP ഇത് വിടരുത്. ഈ ഇങ്ങനത്തെ ഒരു കൊള്ള, ഇതിന്റെ ഒരു ഉത്തരവാദിത്തം നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ. ഇത് ജനങ്ങളുടെ ആഗ്രഹമാണ്. അപ്പൊ ഞാൻ മുഖ്യമന്ത്രിയോട്, ഈ വർഗീയവാദി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഒന്ന്, ഞാൻ 19 തവണ ശബരിമല പോയ ആളാണ്. ഞാൻ അയ്യപ്പം അവിടെ പോയി 18 പടി കയറി അവിടെ ഞാൻ നാമം ചൊല്ലിയിട്ടുണ്ട്. ബാബര സമാധിന് മുമ്പ് പോയിട്ട് അവിടെ നാമം ചൊല്ലിയിട്ടുണ്ട്. ഞങ്ങൾ അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എന്തിനാണ് വെറുതെ ജനങ്ങളെ വിഡ്ഢിയാക്കുന്നത്? ഈ വർഗീയവാദി വിഷം എന്തിനാണ് മുഖ്യമന്ത്രി സ്പ്രെഡ് ചെയ്യുന്നത്? ഈ ഇലക്ഷന്റെ സമയത്ത് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളെ വോട്ട് നേടി നിങ്ങൾ ഈ 10 കൊല്ലം എന്ത് ചെയ്തു, അതിന് ധൈര്യം ഉണ്ടാവണം. ഇനി ചോദിക്കാൻ കുറെ ഉണ്ട്. എന്തുകൊണ്ട് ഇങ്ങനത്തെ കൊള്ള നടക്കുന്നത് ഹിന്ദു അമ്പലത്തിൽ മാത്രം? എന്തുകൊണ്ട് ക്രിസ്ത്യൻ സ്കൂൾസിനെ ഭീഷണിപ്പെടുത്താൻ ഇറങ്ങിയൊരു വിദ്യാഭ്യാസ മന്ത്രി? എന്തുകൊണ്ട് മുനമ്പം ക്രിസ്ത്യനും ഹിന്ദു സമുദായം അവരുടെ ഭൂമി അവകാശം കോർട്ടിന്റെ വിധി വന്നിട്ടും ചെയ്യാൻ ചെയ്യുന്നില്ല സർക്കാർ? ഇങ്ങനത്തെ എത്രയോ പ്രശ്നങ്ങളാണ് മുഖ്യമന്ത്രി അതിന്റെ ഉത്തരം കൊടുക്കേണ്ടത്. അപ്പോൾ അവസാനം ഞാൻ പറയുന്നത്, ഈ നാടിന്റെ സമാധാനവും മതേതരവും തീരുമാനിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയും SDPIയും കോൺഗ്രസും ലെഫ്റ്റ് അല്ല. ഇവിടത്തെ മുസ്ലിംസും ക്രിസ്ത്യൻസും ഹിന്ദു മലയാളിയും അറിയാം, ഇവിടെ ഭരണഘടനയുണ്ട്. നമ്മുടെ നാട്ടിലെ മലയാളികൾ, ദേശസ്നേഹിയായ മലയാളികൾ തീരുമാനിക്കും ഞങ്ങളുടെ ഭാവി എന്താണ്. ഇത് SDPIയും ജമാഅത്തെ ഇസ്ലാമിയും എല്ലാം തീരുമാനിക്കാൻ പോകുന്നത്. ഞാൻ കൃത്യമായി ഒരു ഉറപ്പ് തരുന്നു. അത് പിണറായി വിജയൻജി എന്ത് കസർത്ത് ചെയ്താലും, രാഹുൽ ഗാന്ധി ഏത് കസർത്ത് ചെയ്താലും അത് ഞങ്ങൾ സമ്മതിക്കില്ല. നാടിന്റെ മലയാളികൾ, ദേശസ്നേഹിയായ മലയാളികൾ, നാടിനെ ഇഷ്ടമുള്ള വളർച്ച, നാടിന് വളർച്ച ആഗ്രഹിക്കുന്ന മലയാളികളാണ് നമ്മുടെ ഭാവി തീരുമാനിക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ രാഷ്ട്രീയം നിർത്തണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു മുഖ്യമന്ത്രിയോട്. ഈ ശബരിമല കൊള്ള നടന്നതിൽ വാസവൻ മന്ത്രിയുടെ രാജി ഇന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് ഞങ്ങളുടെ ഒരു നിർബന്ധമാണ്, ജനങ്ങളുടെ നിർബന്ധമാണ്. ഇത് പറഞ്ഞ് വാക്ക് ചോദിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ രാജീവ് ചന്ദ്രശേഖർജിയുടെ മാധ്യമങ്ങളെ കാണുകയാണ്. അതിന് മുന്നോടിയായിട്ട് പാർട്ടി വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ചവരും അല്ലാത്തവരുമായിട്ടുള്ള ചില പ്രമുഖ വ്യക്തികൾ അംഗത്വപ്പെടുത്തുന്നുണ്ട്. അവരെ പരിചയപ്പെടുത്താനും അവരെ സ്വീകരിക്കാനുമായിട്ട്, അവരെ പരിചയപ്പെടുത്തുന്നതിനായി പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ K. സോമനപള്ളി, അവരെ സ്വീകരിക്കാനായിട്ട് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവേട്ടനെയും ക്ഷണിക്കുന്നു. ഈ പത്രസമ്മേളനത്തിൽ രാജീവേട്ടനോടൊപ്പം പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അനൂപ് ആന്റണി, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ പൂത്രശ്രീമാണ് എന്നിവർ പങ്കെടുക്കും. ഭാരതീയ ജനതാ പാർട്ടിയിൽ ഇന്ന് പുതുതായി അംഗത്വമെടുക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ ഇവിടെ സ്വാഗതം ചെയ്യുന്നു. അവരെ ഈ സന്ദർഭത്തിൽ ഇവിടേക്ക് പരിചയപ്പെടുത്തുകയും ആദരണീയനായ സംസ്ഥാന അധ്യക്ഷനിൽ നിന്ന് അംഗത്വം സ്വീകരിച്ച് അവരെ ദേശീയതയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തു കൊടുത്തു. ആദ്യമായി ഡോക്ടർ ഷമീർ K. മുഹമ്മദ്, അദ്ദേഹം എറണാകുളം സ്വദേശിയാണ്. ലീഗിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള ശ്രീ KM അബ്ദുൾ മജീദിന്റെ കുടുംബാംഗമാണ്. ഇന്ത്യൻ ഇലക്ട്രോണിക്സിൽ PhD നേടിയ അദ്ദേഹം ജയ്ഭാരത് കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് എഞ്ചിനീയറിംഗ് ടെക്നോളജീസിന്റെ പ്രിൻസിപ്പളായി പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ സംസ്ഥാന അധ്യക്ഷൻ ഈ സന്ദർഭത്തിൽ ഷാൾ അണിയിച്ച് അദ്ദേഹത്തെ സ്വീകരിക്കുന്നു.
മറ്റൊരാൾ മുൻ ആഭ്യന്തരമന്ത്രിയും കോൺഗ്രസിന്റെ നേതാവും ഹരിപ്പാട് MLA-യുമായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തലയുടെ കുടുംബാംഗത്തെ പോലെ പ്രവർത്തിച്ചിരുന്ന രമേശ് ചെന്നിത്തല ഹരിപ്പാട് എത്തുമ്പോൾ താമസിക്കാനും രാഷ്ട്രീയ ആസൂത്രണങ്ങൾക്കും ഉപയോഗിച്ചിരുന്ന ഒരു വീട് ഹരിപ്പാട് വാസി എന്നറിയപ്പെടുന്ന ഫോട്ടോഗ്രാഫറായിരുന്ന പ്രമുഖനായിട്ടുള്ള ഫോട്ടോഗ്രാഫറായിരുന്ന വാസിയേട്ടന്റെ കുടുംബമാണ്. അദ്ദേഹത്തിന്റെ മകൻ കോൺഗ്രസിന്റെ മുനിസിപ്പൽ കൗൺസിലറായിരുന്നു. അദ്ദേഹം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതാവാണ്. ഫോട്ടോഗ്രാഫർ അസോസിയേഷന്റെ ഭാരവാഹിയാണ്. അദ്ദേഹത്തെ ഹാർദമായി ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക്, ശ്രീ ബാബുരാജിനെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യും. മറ്റൊരു ഹരിപ്പാട് സ്വദേശി ഷംനാസ് വേളങ്ങാട്, അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ഇപ്പോ കോൺഗ്രസിന്റെ ഹരിപ്പാട് മുനിസിപ്പൽ കൗൺസിലറാണ്. അദ്ദേഹത്തിന്റെ പിതാവ് ഷംസുദ്ദീൻ കോൺഗ്രസിന്റെ പ്രമുഖനായ നേതാവും കോൺഗ്രസിന്റെ മുൻ കൗൺസിലറുമാണ്. ശ്രീ ഷംനാസിനെ ഏറെ സ്നേഹത്തോടെ ദേശീയതയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന അധ്യക്ഷൻ ഷാൾ അണിയിച്ച് സ്വീകരിക്കുന്നു. മറ്റൊരു പ്രമുഖനായ വ്യക്തി അഡ്വക്കേറ്റ് പീറ്റർ സോളമൻ, ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ സംസ്ഥാന കോർഡിനേറ്ററാണ്. KSUവിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. എയർപോർട്ട് കോൺഗ്രസിന്റെ യൂണിയൻ പ്രസിഡന്റ് ആണ്. 14 വർഷക്കാലമായി കോൺഗ്രസിൽ സജീവമായി വിവിധ ചുമതലകൾ വഹിച്ചിട്ടുള്ള അഡ്വക്കേറ്റ് പീറ്റർ സോളമനെ സ്നേഹത്തോടെ ദേശീയതയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന അധ്യക്ഷൻ ഷാൾ അണിയിച്ച് സ്വീകരിക്കും. മറ്റൊരു പ്രമുഖനായ നേതാവ് കോൺഗ്രസിന്റെ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ അണ്ടൂർകോണം മണ്ഡലത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന ശ്രീ വിവേക് PS കുമാർ 28 വർഷമായി കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനും നിരവധിയായിട്ടുള്ള ചുമതലകളും വഹിച്ചിരുന്ന ശ്രീ വിവേക് PS കുമാറിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളു. കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിരുന്ന ശ്രീ അർജുനെ ദേശീയതയിലേക്ക് സ്വാഗതം ചെയ്തു.